ദയവായി തുടരുക. ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവ് ശ്രീ കെ ഷാക്കിർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷാക്കിർ, ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിപ്പ് പുലർത്തിയിരുന്നു. അക്കാര്യങ്ങൾ CPIM ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിരുന്നു. സാധാരണ നിലയിൽ പറയുന്നത് പോലെ ആരുടെയും വോട്ടുകൾ സ്വീകരിക്കും എന്ന നിലയിലൊക്കെ ആ നിലയിൽ സമയത്ത് UDFിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി. പക്ഷേ എന്താണ് വെൽഫെയർ പാർട്ടിയോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം, UDFിൻ്റെ സമീപനം എന്നത് കൃത്യമായ ഒരു മറുപടി നൽകാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് അതിൽ വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്? അല്ല, MP ഗോവിന്ദന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ RSSുമായി സഖ്യമുണ്ടാക്കിയിരുന്നു, സമ്പർക്കമുണ്ടാക്കിയിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസ്താവന നടത്തിയത് CPMനകത്ത് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും, യുവജന നേതാക്കന്മാർ പോലും MP ഗോവിന്ദനെ ട്രോളിക്കൊണ്ട് FBയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് നന്ദി മാഷെ എന്നുള്ളൊരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ഇപ്പോ CPMകാർക്കിടയിൽ FBയിലൊക്കെ നടക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായി മൂല്യം നോക്കി വോട്ട് ചെയ്തിരുന്ന ഒരു കൂട്ടരായിരുന്നു. രാഷ്ട്രീയമായി സംഘടിക്കുന്നതിന് മുമ്പ് അന്ന് നമുക്കറിയാം ഗുരുവായൂരിലെ, അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത്, അതുപോലെ നായനാര് 96-ൽ തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചു. അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വന്നു കാണും. ഞാൻ നമ്മുടെ ന്യൂസ് 18 നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും CPIMും സഹകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന 38ഓളം തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ രാജിവെച്ചിട്ട് വേണ്ടേ MP ഗോവിന്ദൻ ഈ വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ? ഈ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു സ്ഥലത്തും ഒരു ത്രിതല പഞ്ചായത്തിൽ പോലും ഒരു മുന്നണിയായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല, അങ്ങനെ മത്സരിച്ചിട്ടില്ല. അങ്ങനെ ഇവർ ഏതെങ്കിലും തരത്തിൽ വർഗീയമാണ് എന്ന അഭിപ്രായം നമുക്കില്ല. ഇവർക്ക് വോട്ട് ചെയ്യാത്ത ആളുകളൊക്കെ വർഗീയമായി പിന്നെ അപ്പോൾ താങ്കൾ പറയുന്നത് ഈ മതരാഷ്ട്രവാദം എന്ന ഒരു നിലപാട് ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇല്ല എന്നുള്ളതാണോ? അല്ല, നിങ്ങൾക്കറിയോ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും കാലത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ഇവര് ജമാഅത്ത് ഇസ്ലാമിയുമായി വിവിധ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ് ഞങ്ങള്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അതിന്റെ പ്രവർത്തകരോട് നിർദ്ദേശിച്ചതിൽ എന്താണ് ഒരു പാതകമല്ല? അവിടെയാണ് CPIM ഓർമ്മപ്പെടുത്തുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ മുൻ നേതാക്കൾ സഹകരിച്ചിട്ടില്ല. അവരുടെ പത്രത്തിന്റെയോ അല്ലെങ്കിൽ ചാനലിന്റെയോ പരിപാടികളിൽ പോലും പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണല്ലോ. CPMന് മാത്രമേ ഈ ആളുകളുമായി കൂട്ടുകൂടാൻ പറ്റുള്ളൂ? അങ്ങനെയുണ്ടോ? ഈ CPM നിങ്ങൾ നോക്കി, ഞാനിപ്പോ പറഞ്ഞ ഇപ്പൊ എന്റെ തൊട്ടടുത്ത് ഇവിടെ ചേന്നമംഗലൂർ ഉൾപ്പെടെ മുക്കം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഇവര് ഇഷ്ടം പോലെ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന വാഴക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും CPM ജമാഅത്ത് ഇസ്ലാം പരസ്യ സഖ്യമാണ്. ശരി, എന്നാൽ നോക്ക് നിങ്ങൾ ഇതിനെ മറച്ചു വെക്ക. ഇപ്പൊ PDPയുമായി ഇവർ സഖ്യമാണല്ലോ. PDP RSSന് ബദല് ISS രൂപീകരിച്ച് ആ ISS പിന്നെ നിരോധിച്ചപ്പോ തൊട്ടടുത്ത ദിവസം ഉദ്ഘാടനം അതിൽ രൂപീകരിച്ച പാർട്ടിയാണ് PDP. ആ PDP തീവ്രവാദികളാണ് എന്ന് വിജയരാഘവൻ പരസ്യമായി പറഞ്ഞ് ഇപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM അവരുടെ വോട്ട് വാങ്ങുകയാണ്. ശരി, അതിനെന്താ പറയാനുള്ളത്? റൈറ്റ്, അതെന്തുമാകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതായത് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ UDFിന്റെ സഖ്യമായാലോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റില്ല, അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്നില്ല എന്ന് തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് അവർ UDFന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചത് അത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അവർ UDFൽ സഖ്യ വിഷയമായിട്ടില്ല, UDFൽ മറ്റു രീതി. എന്നാൽ LDFനൊപ്പം കേരളത്തിൽ CPMനൊപ്പം നിരവധി ത്രിതല പഞ്ചായത്തുകളിൽ അവരിപ്പോഴും ഒരുമിച്ച് മത്സരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, എന്റെ ചോദ്യം ഇതാ, താങ്കൾ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകളുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണല്ലോ. ഇനിയിപ്പോൾ 1-2 മാസം കൂടിയേ ആ ഭരണം ഉണ്ടാവുകയുള്ളൂ. അടുത്ത ഭരണത്തിന്റെ സമയമാവുകയാണ്. അവിടെ UDFുമായി കൈകോർക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസുമായും ഒക്കെ സഖ്യത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ് വെൽഫെയർ പാർട്ടിയെങ്കിൽ അതിനനുകൂലമാകുന്ന ഒരു നിലപാട് ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അത് ഒരു നയപരമായി മുന്നണിയും കോൺഗ്രസും ലീഗും ഒക്കെ എടുക്കേണ്ട തീരുമാനമാണ്. അത് പ്രധാന നേതാക്കന്മാർ പറയും. എന്റെ അഭിപ്രായം, നിങ്ങൾ ഈ MP ഗോവിന്ദന്റെ ഈ പ്രസ്താവനയും എഴുത്തുമൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ ആദ്യം CPMന്റെ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് അവരോട് രാജിവെച്ച് പുറത്തു വരാൻ പറയണം. അതിനല്ലേ അന്തസ്സുണ്ട് അദ്ദേഹം തയ്യാറാവേണ്ടത്. പകരമായി വരാൻ നിങ്ങളുടെ സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസമാണല്ലോ.
ഇപ്പൊ UDF അതിശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വളരെ കെട്ടുറപ്പോടെ മുന്നോട്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടു. അൻവറിനെ പോലെ വളരെ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും ആ അൻവർ യഥാർത്ഥ ശൈലിയിലല്ല പ്രതികരിക്കുന്നത് കൊണ്ട് അൻവറിനെ മാറ്റി നിർത്തി UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗും മറ്റ് സഖ്യകക്ഷി ഒരുമിച്ച് നിന്ന് വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ മുഹമ്മദ് പോലും 5000 വോട്ട് ജയിച്ചെടുത്ത് ആര്യാടൻ ഷൗക്കത്ത് 11,000-ലധികം വോട്ട് ജയിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമയത്ത് ഇവർ തെറ്റിദ്ധാരണ പരത്തി ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ RSSനെ പോലെ CPM ശ്രമിക്കുന്ന ഒരു ഖേദകരമായ സാഹചര്യമാണ്. എന്തായാലും താങ്കൾ ഒരു അല്പസമയം കൂടി തുടരുക. താങ്കൾ പറയുന്നത് മതരാഷ്ട്രവാദം എന്നത് ഉന്നയിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽരാജ്യങ്ങളിലടക്കം ജമാഅത്തയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് താങ്കൾക്കും അറിവുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലുമൊക്കെ നടക്കുന്ന നീക്കങ്ങൾ എന്തെന്ന് താങ്കൾക്കും ബോധ്യമുണ്ടാകും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ